ഹായ് ഫ്രണ്ട്സ്, മഴ നന്നായി പെയ്തു തുടങ്ങിയപ്പോൾ നമ്മുടെ ചെടികളുടെ കാര്യമൊക്കെ കുറച്ച് കഷ്ടത്തിലാണ് കേട്ടോ. ഒന്നും മാറ്റി വെക്കാനൊന്നും പറ്റിയിട്ടില്ല. അതുപോലെ നമ്മുടെ മുറ്റത്തെ പ്ലാവ് കാച്ചത് ഈ മഴക്കാലത്തേക്കായി. അതിൻ്റെ ചക്ക നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. ഇപ്രാവശ്യം എന്താവുമെന്ന് അറിയില്ല. ഇപ്പോൾ കടയിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഞാൻ എൻ്റെ ചെടികളാണ് കേട്ടോ നോക്കുന്നത്. കഴിഞ്ഞ ദിവസം നട്ടു വെച്ചിട്ടുള്ള പീസ് ലില്ലി പുതിയ ഇലയൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈർപ്പത്തിൻ്റെ കുറവൊന്നും ഉണ്ടാവില്ല, മഴക്കാലമാണല്ലോ. അതുപോലെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ വാങ്ങിച്ച പുതിയ ഒരു ചെടിയാണ് കേട്ടോ ഇത്. അതും നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് മാറ്റി വയ്ക്കാനായിട്ട് എനിക്കൊരു സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും വലിയ പ്രശ്നമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. പൂച്ചെടികളാണ് കേട്ടോ കൂടുതൽ. മഴയത്ത് നിൽക്കുന്ന ചെടികൾക്കാണ് ഇപ്പോൾ കേടായി തുടങ്ങിയിട്ടുള്ളത്. ഇതൊരു ഫേണാണ് കേട്ടോ. ഇതിനെ റിബൺ ഫേൺ എന്നാണ് സാധാരണ വിളിക്കാറുള്ളത്. റിബൺ പോലെയാണ് ഏകദേശം അതിൻ്റെ ഇലകളൊക്കെ കാണുമ്പോൾ. ഈ ഫേണിന് അധികം വെയിൽ നല്ലതല്ലായിരുന്നു. മഴയ്ക്ക് മുമ്പ് നല്ല വെയിലല്ലായിരുന്നത്. അങ്ങനെ അതിൻ്റെ ഇലകളൊക്കെ കുറച്ച് കരിഞ്ഞിട്ടുണ്ട്. ഈ ചട്ടി ഫുള്ളായിട്ടാണ് കേട്ടോ അത് നിന്നിരുന്നത്. മഴക്കാലമായപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തൈ അതിൽ നിന്നും പറിച്ച് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ ചെടികളുടെ ഇടയിലായിട്ട് കാണുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫാനാണ് അത്. പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കോളിയസ് പ്ലാന്റ്സ് ചെറിയ കട്ടിങ്സ് വെച്ചത് കാണിച്ചല്ലോ. ആ ചെടികളാണ് കേട്ടോ. ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. മഴ കൊള്ളണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഈ സൈഡിലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ പുതിയതായിട്ട് നട്ടു കൊടുത്തിട്ടുള്ള ചെടികളൊക്കെ ഇവിടെ മഴ കൊള്ളാതെ വെച്ചിട്ടുണ്ട്. എല്ലാം ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പർപ്പിൾ ഹാർട്ട് അതെല്ലാം മഴയത്താണ് കേട്ടോ ഇരിക്കുന്നത്. ബിഗോണിയ ഒരുപാട് ലീവ്സൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഈ ചെറിയ സ്നേക്ക് പ്ലാന്റ് നോക്കി എന്ത് ഭംഗിയായിട്ടായിരിക്കുന്നത്. അതിലിപ്പോൾ പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്.